الله. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله ما شاء الله لا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനാദരവുകൾ നിറഞ്ഞ പിറമ്പിള്ളിക്കുടി ഫാമിലി മീറ്റ് സംഗമത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ സമുന്നതരായ വളരെ ബഹുമാനപ്പെട്ട കാരണവന്മാർ, ഈ ഒരുമയുടെ കൂട്ടായ്മയുടെ വളരെ സമുന്നതരായ പ്രവർത്തകന്മാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ വേണ്ടപ്പെട്ട പ്രവർത്തകർ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, പ്രിയപ്പെട്ട മക്കൾ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഇരുലോകത്തും ഖബറിലും ഉപകരിക്കുന്ന ഒരു സംഗമമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന നമ്മുടെ നാവുകൾക്ക് അവസാനം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ കൂട്ടത്തിലെ പൂർവസൂരികളായി മരണപ്പെട്ടു പോയ നമ്മളുടെ കാരണവന്മാർ എല്ലാവരുടെയും ഖബർ അല്ലാഹു സന്തോഷത്തിൻ്റെ, സ്വർഗീയ ആനന്ദത്തിൻ്റെ ഭവനമാക്കി കൊടുക്കട്ടെ. ഈ സംഗമത്തിന് വേണ്ടി, ഈ ഒരുമയ്ക്ക് വേണ്ടി അഹോരാത്രം ഓടി നടക്കുകയും പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുകയും സംവിധാനിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കുടുംബത്തിലെ പ്രവർത്തകർക്കും എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യം ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പിറമ്പിള്ളിക്കുടി ഫാമിലി മീറ്റിൻ്റെ പ്രഗത്ഭമായ ഒരു സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു വിശാലമായൊരു പ്രഭാഷണം ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിൽ സാധ്യമല്ല. ഒട്ടനവധി പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ ഇനി വഴിയെ നടക്കാനുള്ളത് കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിൻ്റെ, ഈ ഒരു സംഗമത്തിൻ്റെ ഖുർആനും പരിശുദ്ധ ഹദീസും നൽകുന്ന മൂല്യം എന്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരാമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഒരുമിച്ച് കൂടലിൽ ഞാൻ പങ്കെടുത്തു, നിങ്ങൾ പങ്കെടുത്തു എന്നത് തന്നെ അല്ലാഹു തമ്പുരാൻ്റെ മുന്നിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു പുണ്യകർമ്മമാണ് എന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ യാദൃച്ഛികമായി ഒരുമിച്ച് കൂടിയവരല്ല, ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരുമിച്ചവരാണ്. സാധാരണ പിറമ്പിള്ളിക്കുടിയിലെ കുടുംബാംഗങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ടാൽ സംഗമിക്കും. പല കല്യാണങ്ങൾക്കും പല പരിപാടികൾക്കും സംഗമിക്കാറുണ്ട്. അത് സംഗമിച്ചപ്പോൾ അല്ലെങ്കിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ കൂടിയതാണ്. ഇതങ്ങനെയല്ല. ഇത് ഈ കുടുംബങ്ങൾ പരസ്പരം കൂടാൻ വേണ്ടി പ്രത്യേകം ഒരുങ്ങിത്തയ്യാറായി കൂടിയതാണ്. ഈ ഒരുമിച്ച് കൂടലിൽ ഞാൻ ഒരാൾ പങ്കെടുക്കുമ്പോൾ, ഈ കുടുംബത്തിലെ ഒരു മെമ്പർ പങ്കെടുക്കുമ്പോൾ കുടുംബത്തിലെ മറ്റുള്ളവർക്കെല്ലാം അത് സന്തോഷകരമായിട്ടാണ് വരുന്നത്.
അല്ല ഇന്നയാള് വന്നു, കുടുംബത്തിലെ ഇന്ന ഒരാൾ വന്നു, ഓരോരുത്തരും വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസങ്ങളിൽ വല്ലാത്ത ഒരു സന്തോഷം. ആ സന്തോഷത്തിന്റെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ വല്ലാത്ത മൂല്യമാണ് എന്നാണ് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഒരു ഫാമിലിയുടെ ചെറിയൊരു ചരിത്ര വായന നമ്മളുടെ ആ ഡയറിക്കകത്തുനിന്ന് ചില പേജുകൾ വായിച്ചപ്പോൾ വലിയ അത്ഭുതവും അഭിമാനവും തോന്നിയതിനകത്ത് നമ്മുടെ പൂർവസൂരികളായ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ മുൻഗാമികൾ, അവർ നമ്മളെ നമ്മളാക്കാൻ ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന പ്രതാപങ്ങളും ഇന്ന് നമ്മൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഇസ്സത്തും സ്ഥാനമാനങ്ങളും ഈ ഒരു കുടുംബത്തിന്റെ പ്രൗഢിയുമൊക്കെ തന്നെ നമ്മുടെ പൂർവികർ ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ കാരണവന്മാർ. 1600 ആണ്ടിലാണ് ചേലക്കുളം ഭാഗത്ത് തുടക്കം കുറിച്ച ഈ കുടുംബത്തിന്റെ തുടക്കത്തിൽ അത്തൻ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാ ഒരു മനുഷ്യനെ കുറിച്ച് അതിൻ്റെ അകത്ത് വരികളിൽ വായിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഉപ്പാപ്പ എന്ന് പറയുന്ന, പലപ്പോഴും നമ്മൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത, ഓർമ്മകളിലും ചരിത്ര നമ്മളുടെ പുസ്തകങ്ങളിലും മാത്രം നമുക്ക് പരിചയമുള്ള ആ വലിയ മഹാമനുഷ്യൻ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞപ്പോ സമൂഹത്തിന്റെ സമുന്നതമായ നന്മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, സമൂഹത്തിലെ മതം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അധ്വാനത്തിലും സഹായത്തിലുമായി മഹാനവറുകൾ ജീവിച്ചു എന്നതാണ്. എത്രത്തോളം എല്ലാ മതക്കാർക്കും എല്ലാ മതസ്ഥർക്കും അദ്ദേഹം സുസമ്മതനായിരുന്നു എന്ന് എല്ലാവർക്കും ഒരേ അഭിപ്രായം പറയാനുള്ളൂ, ആ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് എന്ന് പറയുന്നു. അതുമാത്രമല്ല, എല്ലാവരുടെയും പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു കൊടുക്കുന്ന, സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ അത്താണിയായിട്ടാണ് മഹാനായ അത്തൻ അഹമ്മദ് ഹാജി അവറുകൾ ദാമത്ത് ബറകാത്തുഹു ജീവിച്ചത് എന്ന ജീവചരിത്രം നമ്മളോട് പറയാൻ. അദ്ദേഹത്തിന്റെ സേവനത്തിനിടയിൽ ഏറ്റവും മരിച്ചാലും മരിക്കാത്ത നന്മയായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ പര്യാപ്തമായ ഒരുപാട് മണ്ണുകൾ ആ മഹാനവറുകളുടെ സംഭാവനയുടെ, ഹദിയയുടെ വലിയ സമ്മാനങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എത്ര അഭിമാനമാണ്! പെരുമ്പാവൂർ ടൗണിൽ തല ഉയർത്തി നിൽക്കുന്ന, അഭിമാനത്തോടെ നിൽക്കുന്ന മനോഹരമായ മസ്ജിദിന്റെ ആ വഖഫിന്റെ മണ്ണിന്റെ അടിസ്ഥാന കാരണക്കാരൻ മഹാനായ അഹമ്മദ് ഹാജി അവറുകളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബക്കാർക്കുണ്ടാകുന്ന അഭിമാനത്തിലും സന്തോഷത്തിലും പ്രിയപ്പെട്ടവരെ കയ്യും കണക്കുമില്ല. അങ്ങനെ ഒരുപാട് മസ്ജിദുകൾ വിശദീകരിക്കുന്നില്ല. ഈ ഒരു പിറമ്പിള്ളിക്കൂടി ഫാമിലിയുടെ ചരിത്രം നിങ്ങളോട് തന്നെ അവതരിപ്പിക്കൽ മോശമാണല്ലോ. എങ്കിലും നമ്മുടെ പൂർവസൂരികളായ നമ്മളാക്കാൻ കഷ്ടപ്പെട്ട കാരണവന്മാരെ കുറിച്ച് ഇന്നും പല പള്ളിയുടെയും പള്ളിക്കാടുകളുടെയും നീസാൻകല്ലിന്റെ ചുവട്ടിൽ കിടക്കുന്ന നമ്മുടെ മഹാന്മാരായ മുൻഗാമികളെ കുറിച്ച് ഒരൽപ്പം സ്മരിച്ചില്ലെങ്കിൽ അപമര്യാദയാണ്. അതുകൊണ്ട് മാത്രം പറയുകയാണ്. അതുമാത്രമല്ല, വായിച്ചിടത്തോളം ഞാനിവിടെ വേണ്ടപ്പെട്ട ആളുകളോട്, കാരണവന്മാരോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ മുൻഗാമികളായ ഔലിയാക്കളുടെ ചരിത്രം വായിക്കുന്നത് പോലെ അത്രയേറെ സ്വാലിഹ്യങ്ങളായി, സജ്ജനങ്ങളായി സമൂഹത്തിൽ കുടുംബങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ വരുന്ന ഈ കുടുംബത്തിലെ തലമുറയ്ക്ക് പഠിക്കാൻ പറ്റുന്ന മാതൃകാപരമായ പാഠം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എത്ര മനോഹരമാണ്! അങ്ങനെ ഒരുപാടുണ്ട്. ഒരുപാട് മഹത്വങ്ങൾക്ക് സ്ഥാനം ഏറ്റുവാങ്ങിയ വലിയ മഹാനാണ് ആ മഹാനുഭാവൻ. അവരുടെയൊക്കെ പിൻതലമുറക്കാരായി നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രഥമ ദൃഷ്ടിയാൽ ഓർക്കേണ്ടത് അവരെ കുറിച്ച് തന്നെയാണ്. അവർക്ക് വേണ്ടി ആദ്യം ദുആ ചെയ്ത്
അവർക്ക് വേണ്ടി ഖുർആനിൽ നിന്നും ഹദിയ ചെയ്തുകൊണ്ടാണ് നമ്മൾ എവിടെയും എന്തും തുടങ്ങേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാണ്. അവരെ മറക്കാൻ കഴിയില്ല. സജ്ജനങ്ങളെ കുറിച്ച് നിങ്ങൾ ചുമ്മാ ഓർത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളറിയാതെ പൊറുക്കപ്പെടുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പങ്കെടുത്തിരിക്കുന്ന ഈ ഒരു ഫാമിലി മീറ്റ് കേവലം ഒരു ചടങ്ങായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും പുണ്യമായ കർമ്മമാണ്. ഈ ഒരുമിച്ചുകൂടലിൽ സന്തോഷത്തിന് ഞാൻ പറഞ്ഞതുപോലെ മൂല്യമാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും സകാത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും മഹത്വങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് പടച്ച തമ്പുരാന്റെ മുന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ മിൻ അഫ്ളലിൽ അഅമാൽ. കർമ്മങ്ങളിൽ അമലുകളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഇദ്ഖാലുസ് സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ എന്നാണ്. മുഅ്മിനീങ്ങളായ നമ്മുടെ സഹോദര സഹോദരിമാരുടെ, നമ്മുടെ കുടുംബക്കാരുടെ, സഹോദരങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന, നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കുന്ന സന്തോഷങ്ങൾക്ക് പോലും അമലിൽ ഏറ്റവും പുണ്യമായ വിലയാണ് അള്ളാഹുവിന്റെ മുന്നിൽ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ഈ കുടുംബത്തിലെ പരസ്പര സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും സഹകരണത്തിന്റെയും ഒരുമിച്ച് കൂടലിന്റെയും അവസാനത്തെ റിസൾട്ട് വരുന്ന മനോഹരമായ സ്വർഗത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന സംസാരത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുന്നേ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമായൊരു സംഭവമാണ്. സ്വർഗാവകാശികളായി അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങി സ്വർഗം നേടിയിട്ട് ആ മനോഹരമായ സ്വർഗത്തിൽ ഓരോ ഫാമിലിയും ഓരോ കുടുംബക്കാരും ഇങ്ങനെ വട്ടമിട്ട് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരുന്നിട്ട് പരസ്പരം ഫേസ് ടു ഫേസ് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് സംസാരിക്കുന്നൊരു സംസാരം ഖുർആനിൽ ആയത്ത് കാണാം. എന്താ അല്ലാഹു പറയുന്നത്? വഅഖ്ബല ബഅലുഹും അലാ ബഅലി യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. നാളെ സ്വർഗീയ ലോകത്ത് സ്വർഗം കിട്ടിയ ആളുകൾ ഫാമിലിയായി കുടുംബമായി ഇരുന്നു കൊണ്ട് പരസ്പരം മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്ന ഒരു സംസാരം, ഒരു ഡിസ്കസ് അള്ളാഹു മനോഹരമായി ഖുർആനിൽ അവതരിപ്പിച്ചു. എന്താ ചോദിക്കുന്നത്? പരസ്പരം മുഖത്ത് നോക്കിയിട്ട് അവർ ചോദിക്കും അത്രേ. എന്താ ചോദിക്കുന്നത്? അള്ളാഹു പടച്ചോനെ, എന്തൊരു അത്ഭുതാണല്ലേ, എന്തൊരു അത്ഭുത! അള്ളാഹു നമുക്ക് മനോഹരമായി സ്വർഗം തന്നല്ലോ, നമ്മളെ സ്വർഗാവകാശിയായി പടച്ച റബ്ബ് തിരഞ്ഞെടുത്തല്ലോ, എത്ര സന്തോഷമാണ് പടച്ചവനെ! എങ്ങനെയാണ് നമുക്ക് ഈ സ്വർഗം പ്രാപിക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് നമുക്ക് സ്വർഗം കിട്ടിയത്? സ്വർഗം നഷ്ടമായ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ നിന്നവർ മഹ്ശറിൽ. അള്ളാഹു നമുക്ക് സ്വർഗം തന്നല്ലോ. ഈ കുടുംബത്തിന് എങ്ങനെയാ സ്വർഗം കിട്ടിയത്? പരസ്പരം അവരെ ചർച്ച ചെയ്യുന്നവർക്ക് ബോധ്യപ്പെടും എങ്ങനെയാ സ്വർഗം കിട്ടിയത് എന്ന്. ഇങ്ങനെ കിട്ടിയത് അവർ തന്നെ പറയും, ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. വെറുതെയല്ല നമുക്ക് അള്ളാഹു സ്വർഗം തന്നത്. നമ്മളുടെ ഫാമിലിയിൽ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു നമ്മൾ. ഒരു കുടുംബത്തിൽ, ഒരു ഫാമിലിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിരിക്കുന്നത് പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും വിട്ടുവീഴ്ചയോടുകൂടെയും ഒരുമയോടുകൂടെയും ജീവിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. ആ അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിച്ച് മാനിച്ച് നമ്മൾ ജീവിച്ചത് കൊണ്ടാണ് അള്ളാഹു നമുക്ക് സ്വർഗം നൽകിയത് എന്ന് പ്രിയപ്പെട്ടവരെ സ്വർഗാവകാശികളായ മുഅ്മിനീങ്ങൾ പറയുമത്രേ. അവർ പരസ്പരം പറയും, ആ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പെരുമാറ്റവും നമ്മുടെ നന്മയുമാണ് നമ്മളിവിടെ എത്തിച്ചത്. ആ ഒരു നന്മ കൊണ്ട്
ووقانا عذاب السموم. അക്കാരണം കൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ നമുക്ക് ഒരുപാട് നന്മകൾ, ഒരുപാട് ബറക്കത്തുകൾ, ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് വാരിക്കോരി തരാനുള്ള കാരണം. അതുകൊണ്ടാണ് ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചു പോയി, പല അപരാധങ്ങളും സംഭവിച്ചു പോയി. അല്ലാഹു നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിയാതിരുന്നത് കുടുംബത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെ നന്മയോടെ ജീവിച്ചത് കൊണ്ടാണ് എന്ന് സ്വർഗാവകാശികൾ പറയുന്ന തരത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുടുംബത്തിനും അങ്ങനെ സാധ്യമാകണം. അങ്ങനെ സാധ്യമാകാൻ കഴിയുന്ന ഒരു നന്മയുടെ സുഹൃത്തമാകട്ടെ നമ്മുടെ ഒരുമിച്ചുകൂടെ. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് തരട്ടെ. നുറക്കാമയും പറയും നമ്മൾ ഈ കൂട്ടത്തിലില്ലേ? അത് ഇനി എന്തെങ്കിലും കഴിച്ചാലാണോ ഉഷാറ് വരുള്ളൂ? അതൊക്കെ ശാപ്പാടിന് ശേഷം ആമീൻ പറയാം ഉസ്താദ്, ഇപ്പോൾ ഒരു എനർജി ഇല്ല വന്നിട്ടുള്ളൂ. ശാപ്പാടേച്ച ഉള്ള എനർജി പോവുള്ളൂ. എന്തേ പറയുന്നത്? ഒരു മനുഷ്യന് ഈ ലോകത്ത് ചെയ്യാൻ കഴിയുന്ന സുഹൃതങ്ങളിൽ ഇതിനേക്കാൾ വലിയൊരു സുഹൃതം വേറെയില്ല എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ റസൂൽ പോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ഹദീസിൽ കാണാം, സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള വിളിച്ചു ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ഉഖ്ബിറുകും ബിഅഫ്ളല മിൻ ദറജത്തി സ്വയാമി വസ്സലാത്തി വസ്സദഖതി. സ്വഹാബത്തിന്റെ മുന്നിൽ ഒരു വേള അവിടുന്ന് ചോദിക്കാണ്, അലാ ഉഖ്ബിറുകും, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു നന്മ പഠിപ്പിച്ചു തരട്ടെ. എന്താ നന്മയുടെ മാറ്റം എന്നറിയോ? എന്താ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്നറിയോ? ബിഅഫ്ളല മിൻ ദറജത്തി സ്വയാമി വസ്സലാത്തി വസ്സദഖ. സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമായ കർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. തറാവീഹ് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടുന്ന കർമ്മം പറയട്ടെ. തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടുന്ന ഒരു കർമ്മം പറയട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കോടിക്കണക്കിന് നന്മകളായി ധനം വിനിയോഗിക്കുന്ന ദാനകർമ്മത്തെക്കാൾ പുണ്യമായിരിക്കുന്ന ഒരു നന്മ പറയട്ടെ. എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന സുന്നത്ത് നോമ്പിനേക്കാൾ പുണ്യമായൊരു കർമ്മം അലാ ഉഖ്ബിറുകും, നിങ്ങളോട് പറയട്ടെ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിന് വല്ലാത്ത താല്പര്യമായി, നബിയെ തറാവീഹ് നിസ്കാരത്തേക്കാൾ പുണ്യം കിട്ടുന്നൊരു കർമ്മമോ, തഹജ്ജുദിനേക്കാൾ പുണ്യം കിട്ടുന്നൊരു കർമ്മമോ പറഞ്ഞാലും നബിയെ? ഖാലൂ ബലാ, പറഞ്ഞാലും നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ നന്മ മറ്റൊന്നുമല്ല, ഇസ്ലാഹു ദാത്തിൽ ബൈൻ. ഇസ്ലാഹു ദാത്തിൽ ബൈൻ. രണ്ട് മുഅ്മിനീങ്ങൾ, രണ്ട് കുടുംബക്കാർ, ഒരു കുടുംബത്തിൽ രണ്ടു പേർ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ ചേർന്ന് നിൽക്കലാണ്. ഒരു കുടുംബത്തിൽപ്പെട്ട ഓരോ ആളുകളും പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ ചേർന്ന് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുന്നതാണ് ഈ ലോകത്ത് തറാവീഹിനേക്കാൾ പുണ്യമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. എത്ര പുണ്യമാണ് പ്രിയപ്പെട്ടവരെ! കുടുംബക്കാർ പരസ്പരം സ്നേഹത്തോടെ ചേരുമ്പോൾ അത് അല്ലാഹുവിൻ്റെ മുന്നിൽ വലിയ നന്മയാണ്, ഇത്രയും വലിയ നന്മയാണെന്നാണ് ഹദീസിൽ പറയുന്നത്. മാത്രമല്ല, ഈ ലോകത്ത് ഒരു മനുഷ്യന് പിറന്നു വീണൊരു മനുഷ്യന് മരിക്കാതിരിക്കാൻ യാതൊരു ഓപ്ഷനുമില്ല. ജനിച്ചാൽ എന്താ നിർബന്ധം? മരിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഈ ലോകത്തൊരു മുഅ്മിനായ മനുഷ്യന് മരിക്കാതെയാക്കുന്ന പുണ്യകർമ്മം കുടുംബക്കാരുടെ ഈ ഒരുമിച്ചുകൂടലും പരസ്പരമുള്ള സ്നേഹവും കുടുംബബന്ധം ചേർക്കലുമാണ് എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന പ്രഗൽഭമായ ഹദീസിൽ കാണാം. ഈ ലോകത്തൊരാൾക്ക് മരിക്കാതിരിക്കാൻ, കൂടുതൽ കാലം ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഈ ഓപ്ഷനാണ്. കുടുംബക്കാരുമായി നല്ല സീറ്റിങ്,
നല്ല ഡീലിങ്, അവരുമായിട്ടുള്ള ഒരു പിണക്കങ്ങളില്ല, വഴക്കില്ല, ഉടക്കില്ല, പരസ്പരം സ്നേഹം, എവിടെയും പുഞ്ചിരി, സന്തോഷം, സമാധാനം. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കാൻ പോകുന്ന രണ്ട് നന്മ ഹദീസിൽ കാണാം. മന്നഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ യത്രിഹി ഫയസുൽ റഹ്മഹു. മൻ അഹബ്ബ, ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, അയ്യബ്സുത ലഹു ഫീ റിസ്ഖിഹി, അവന്റെ ഉപജീവന മാർഗം, കച്ചവടം, വരുമാന മാർഗം, ഇടപാട്, സാമ്പത്തിക വരുമാനത്തിന്റെ മേഖലകളെല്ലാം ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതൊക്കെ കുറച്ച് ഡൗൺ ആയിട്ട് കിടക്കാണ്. സാമ്പത്തിക മേഖല ഒരു ഉഷാറില്ല, പല പ്രശ്നങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. ആകെ ഒരു വിഷമം പിടിച്ച അവസ്ഥയാണ്. അത്യാവശ്യം ടൈറ്റ് ഫിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, കടങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതൊക്കെ ഒന്ന് മാറിയിട്ടതെല്ലാം ഒരു ബറക്കത്തിലാകണം, വരുമാന മാർഗം ക്ലിയർ ആകണമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരാൾക്ക് പെട്ടെന്നുള്ള മരണം വേണ്ട എന്ന് താല്പര്യമുണ്ടെങ്കിൽ, അകാല മരണത്തിൽ നിന്നും ഒരാൾക്ക് രക്ഷ പ്രാപിക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ 1000 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നല്ല, കുടുംബക്കാരുമായി നല്ല സീറ്റിംഗ് ആയിക്കോട്ടെ. ആരെങ്കിലുമായി പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കൊന്ന് തീർത്തോട്ടെ. ആ ഒരു നന്മ കൊണ്ട് അല്ലാഹു ഈ രണ്ട് ബെനിഫിറ്റും നിങ്ങൾക്ക് നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉന്നത കലാലയങ്ങളിൽ ഏറ്റവും സമുന്നതമായ കലാലയമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. നമുക്കറിയാം, അവിടുത്തെ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ റിസർച്ചാണ്. അവിടെ നടത്തിയ, അതായത് 87 വർഷക്കാലം നീണ്ടുനിന്ന പഠനത്തിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരുപാട് പേര് പഠനത്തിന്റെ മധ്യത്തിലും അതിന്റെ ഇടയിലുമായി മരിച്ചുപോയി. അത്ര ലോങ്ങായി നടത്തിയ ഒരു പഠനത്തിന്റെ റിസർച്ചിന്റെ റിസൾട്ട് വന്നു. 1200 പേർ നടത്തിയ വിശാലമായ പഠനം. എത്ര ആളുകൾ വെച്ച പഠനം? 3,10,000 പേരെ വെച്ച് നേരിട്ട് അവരെ പോയി കോണ്ടാക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് അവരുടെ അവസ്ഥകളൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് തീരുമാനമെടുത്ത ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടു. എന്താ റിപ്പോർട്ട്? 100-120 വയസ്സും അങ്ങനെ ദീർഘായുസോടുകൂടെ ജീവിക്കുന്ന ആളുകളെ പോയി കണ്ടു. നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ ഹാലെന്താ? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചു മനസ്സിലാക്കിയപ്പോ അവർക്ക് ആ പഠനത്തിൽ അവസാനം പറയേണ്ടി വന്നത്, ഈ ദീർഘായുസോടുകൂടെ രോഗങ്ങളില്ലാത്ത ഒരു ആക്റ്റീവായ ജീവിതം അവർക്ക് കിട്ടാനുള്ള കാരണമെന്താണ്? അവർ അവരുടെ കുടുംബക്കാരുമായി പിണക്കങ്ങളില്ലാത്ത, പരസ്പരം സ്നേഹങ്ങൾ മാത്രമുള്ള, സന്തോഷങ്ങൾ മാത്രമുള്ള ഒരു സ്വഭാവക്കാരായതുകൊണ്ടാണ് ഈ നന്മയുണ്ടായത് എന്ന് ആ പഠനത്തിൽ ലോകത്തോട് അവർക്ക് വിളിച്ചു പറയേണ്ടി വന്നു. ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ, ഇത് ഈ സമീപകാലത്ത് നടന്ന പഠനമാണെങ്കിൽ 1400 മുമ്പ് ഒരു കോളേജിന്റെ ഗേറ്റും കാണാത്ത, ഒരു ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാത്ത, ആകാശം കാണാൻ ബൈനോക്കുലറുകളും വെച്ചു നോക്കാത്ത ലോകത്തിന്റെ ഗുരുനാഥനായ മധുരമായ സർദാറുൽ കായിനാത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ദീർഘായുസ് വേണമെങ്കിൽ ചുമ്മാ രോഗിയായി കട്ടക്കോലെ കിടക്കുന്ന ദീർഘായുസല്ല, ആരോഗ്യത്തോടുകൂടെ ഓടി നടന്ന് ആക്റ്റീവായി നിങ്ങളുടെ കാര്യം മറ്റൊരാളുടെ സഹായമില്ലാതെ ചെയ്യുന്ന ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് വേണമെങ്കിൽ കുടുംബക്കാരുമായി നിങ്ങളുടെ ബന്ധം നന്നാക്കട്ടെ എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ പറയുന്നത്. അപ്പോ ഈ ഹദീസുകളിലൂടെ നമ്മുടെ ഖൽബിലേക്ക് കയറണം നമ്മൾ ഈ ചെയ്യുന്ന നന്മയും ഈ ഒരുമയും കൂട്ടായ്മയും നമുക്ക് ജീവിതത്തിൽ എത്രയോ നന്മകൾ നൽകുന്ന സുഹൃതമാണ്. അള്ളാഹുവുമായി ഒരാൾക്ക് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ കേവലം നിസ്കരിച്ചുകൊണ്ട് മാത്രമാകുമോ? കേവലം നോമ്പെടുത്തത് കൊണ്ട് മാത്രം അള്ളാഹുവുമായി സീറ്റിംഗ് ആകുമോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അള്ളാഹു പറയാൻ മഹത്തുക്കളായ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ അദ്ബുൽ മുഫ്രദിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം, അനർ റഹ്മാൻ, ഞാൻ റഹ്മാനായ അല്ലാഹുവാണ്. അല്ലാഹു പറയാൻ, ഞാൻ റഹ്മാനായ അല്ലാഹുവാണ്. എന്നിട്ടോ എന്റെ
പരിശുദ്ധമായ റഹ്മാനാകുന്ന ആ സമുന്നതമായ നാമത്തിൽ നിന്നും ആ പരിശുദ്ധതയിൽ നിന്നുമാണ് റഹീം എന്ന് പറയുന്ന കുടുംബ ബന്ധത്തിന്റെ പേരിനെ ഞാൻ സെലക്ട് ചെയ്തത് എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. അല്ലാഹു പറയാണ്, എന്റെ റഹ്മാൻ എന്ന് പറയുന്ന സമുന്നതമായ നന്മയിൽ നിന്നാണ് ഞാൻ കുടുംബ ബന്ധം എന്ന് പറയുന്ന സുഹൃതത്തെ ഉണ്ടാക്കി നിർമ്മിച്ചെടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആരുമായിട്ടാണ് ബന്ധം എന്നറിയോ? അല്ലാഹ് പറയാ, പടച്ച റബ്ബ് പറയാ, എനിക്ക് ആരുമായിട്ടാണ് ബന്ധം എന്നറിയോ? എനിക്ക് ബന്ധം കുടുംബ ബന്ധം ചേർക്കുന്നവരുമായി, അവരുമായി നല്ല പെരുമാറ്റമുള്ളവരുമായി, അവരുമായി പിണങ്ങാത്തവരുമായിട്ടാണ് എൻ്റെ ചങ്ങാത്തം. അവരോട് ഞാൻ ബന്ധപ്പെടും. അല്ലാഹു ബന്ധം മുറിക്കും. കുടുംബക്കാരുമായി ബന്ധം മുറിച്ച് നടന്നാൽ എത്ര വലിയ കേമനും കേമത്തിയായാലും അള്ളാഹു അവരോട് ബന്ധം മുറിക്കും എന്ന് അള്ളാഹു പറയുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബക്കാരുമായി നല്ല സീറ്റിംഗ് അല്ലാത്ത പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഒരു മജ്ലിസിൽ വന്നിരിക്കുന്നത് പോലും പരിശുദ്ധ റസൂലിന് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ? അള്ളാന്റെ റഹ്മത്ത് അവിടെ ഇറങ്ങൂല. ഒരു ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടൂല. അള്ളാന്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കണ്ട, ഒന്നും കിട്ടൂല അവർക്ക്. എന്തുകൊണ്ട്? അവർ കുടുംബ ബന്ധം മുറിച്ചതിൽ അല്ലെങ്കിൽ പരസ്പരം പിണക്കങ്ങൾ തീർക്കാത്തവരായതുകൊണ്ടാണ്. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ സദസ്സിൽ കുടുംബക്കാരുമായി ആർക്കെങ്കിലും എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ ആ പിണക്കുള്ളവർ ഇവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. ആ സദസ്സിൽ നിന്നും ഒരു ചെറുപ്പക്കാരനായി സ്വഹാബി എണീറ്റ് പുറത്തേക്ക് പോയി. ഇപ്പം നമ്മുടെ സദസ്സിലാണ് അങ്ങനെ പറയുന്നതെങ്കിലോ, നമ്മുടെ ഈ ഫാമിലിയിൽ കുടുംബക്കാരുമായി ആരെങ്കിലുമായി പിണങ്ങിയ ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോകാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. നമ്മൾ പോകില്ല നാണായിട്ട്. പക്ഷെ അവിടെ നാണം കാണിച്ചില്ല പുണ്യ റസൂലിൻ്റെ സ്വഹാബത്ത്. തെറ്റാ സെക്കൻഡിൽ തിരുത്തപ്പെടുകയാണ്. അവിടെ നിന്ന് എണീറ്റിട്ട് നേരെ പോയി ഖാലത്തിൻ്റെ അടുക്കൽ, അതായത് ഉമ്മയുടെ സഹോദരി എളീമ മൂത്തുമ എന്ന് പറയില്ലേ, അവരുടെ ചാരത്ത് പോയി അവരുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം സോൾവ് ചെയ്ത് പരസ്പരം സലാം പറഞ്ഞ് പൊരുത്തപ്പിടിച്ച് മടങ്ങി വന്നിട്ട് പരിശുദ്ധ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നിരുന്നു. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്ന റഹ്മത ലാ തൻസിലു ഫീഹി മൻ ഖാതിഉ റഹ്മിൻ. കുടുംബ ബന്ധം മുറിച്ച ഒരാൾ ഉണ്ടാകുന്ന സദസ്സിൽ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അള്ളാന്റെ ശാപം കിട്ടിയ ആളുകളാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതെ പോകുന്ന ഗൗരവതലമുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, നമ്മൾ ഓതുന്ന ഖുർആൻ പാരായണങ്ങൾ, നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്യുന്ന പ്രാർത്ഥനകളടക്കം അള്ളാഹു തള്ളിക്കളയാൻ ഈ പ്രശ്നം കാരണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഡെയിലി നമ്മുടെ അമലുകൾ അള്ളാഹു മലക്കുകളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും എൻ്റെ അടിമകളുടെ നന്മ എൻ്റെ മുന്നിൽ കാണിക്കണം. അപ്പോൾ ഈ ഇബാദത്തിന്റെ ഫയലുമായിട്ട് മലക്കുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇന്ന് ഈ കാക്കായും താത്തായും ചെയ്ത അമലായി കാണുന്നത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും അത്രേ. അപ്പോൾ അള്ളാഹു ഓരോ ഫയലും ഇങ്ങനെ സൈൻ ചെയ്ത് ഓക്കെ അത് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഖബൂലിയത്തിന്റെ സൈൻ ചെയ്ത് വിടുമ്പോൾ ചില ആളുകളുടെ കർമ്മരേഖ കാണുമ്പോൾ അള്ളാഹു പറയും ഉത്റുക്കു ഹാദൈൻ. ഹദീസ് സ്വഹീഹായ ഹദീസിൽ കാണാം, ഈ രണ്ടുപേരുടെ ഫയലില്ലേ അതങ്ങോട്ട് മാറ്റി വെക്കൂ, അതിപ്പോ ഓക്കെ ആക്കാറായിട്ടില്ല, അവരുടെ കർമ്മം ഖബൂൽ ചെയ്യാറായിട്ടില്ല, അതങ്ങോട്ട് മാറ്റി വെക്കൂ. എന്തുകൊണ്ട്? ആ മനുഷ്യർ പരസ്പരം കണ്ടാൽ മിണ്ടാത്തവരും സലാം പറയാത്തവരും ഫോൺ വിളിച്ചാൽ എടുക്കാത്തവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് കൂടാൻ മനസ്സ് കാണിക്കാത്തവരുമാണ്. അവരുടെ കർമ്മങ്ങളൊന്നും നിസ്കാരങ്ങളും നന്മകളൊന്നും എന്റെ മുന്നിൽ കാണിക്കണ്ട എന്ന അല്ലാഹുവിന്റെ തീരുമാനം വരും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പ്രിയപ്പെട്ടവരെ എന്റെ കാതിലൂടെ ഖൽബിലേക്ക് കേറിയാൽ, ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ തന്നാൽ നമ്മൾ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഈ ഹദീസ് കേൾക്കുന്ന പറയുന്ന നമ്മുടെ സദസ്സിലിരിക്കുന്ന ഈ കുടുംബം, പിറമ്പിള്ളിക്കൂടി ഈ മനോഹരമായ കുടുംബം, ഈ കുടുംബത്തിൽ പരസ്പരം ആരെങ്കിലും മാനസികമായി അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ അകൽച്ച തീരാനാണ് ഈ സംഗമം. എന്താ നമ്മുടെ സ്ട്രക്ചർ? എന്താണ് അടിസ്ഥാന ലക്ഷ്യം? എന്താ? വട്ടം കൂടി ഇരുന്ന് വയർ പരമാവധി ടാങ്ക് ഫുള്ളാക്കി കഴിച്ചിട്ട് കുട്ടികളെ കൊണ്ട് പാട്ടും പാടിച്ച് അസ്സലാമു അലൈക്കും അടുത്ത കൊല്ലം കാണാം. ഇതിനാണോ കുടുംബ സംഗമം? അതിന് വല്ല ഹോട്ടലിലും പോയാൽ പോരെ ഫുഡ് കഴിക്കാൻ? ഇത്ര പാടിച്ച് നമ്മൾ ഇവിടെ വരണോ? എന്താ? അകന്ന് നിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവരെ ചേർക്കാൻ വേണ്ടിയാണ്. നീയുമായി ബന്ധം, കുടുംബബന്ധം തീർക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിച്ചെന്നറിയോ? നമ്മളെന്താ വിചാരിച്ചു? വർഷം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പരസ്പരം സ്നേഹിച്ച് കൈയൊക്കെ പിടിച്ച് മുസാഫത്ത് ചെയ്ത് അങ്ങനെ പോകാം. പരസ്പരം നല്ല ഇഷ്ടവും ബഹുമാനമാണ്. ആ കൂടുന്നതിനെല്ലാം കുടുംബബന്ധം ചേർക്കാന്ന് പറയുന്നത്. ചേരാത്തതിനെ ചേർക്കുമ്പോഴാണ് ചേർക്കാന്ന് പറയുക. ചേർന്നിരിക്കുന്ന ഓൾറെഡി ചേർന്നതാണ്. ചേരാത്തവർ തമ്മിൽ പരസ്പരം, എല്ലാ കുടുംബത്തിലും മസ്റ്റാണ്. പരസ്പരം പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരെ തമ്മിൽ ചേർക്കാൻ കഴിയുന്ന മസ്ലഹത്ത് കമ്മിറ്റി പിറമ്പിള്ളിക്കൂടി ഈ നമ്മുടെ കുടുംബ പിന്നെ സംവിധാനത്തിലുണ്ടോ? മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ടോ? ഉണ്ടോ? മസ്ലഹത്ത് കമ്മിറ്റി ആരാ ഉസ്താദെ ആക്കുക? ആക്കണ ആൾ തന്നെ വേറെ ആളായിട്ട് പണക്കാണ്. റബ്ബേ, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞില്ലേ? ഒരു പടപ്പും കല്ലെടുത്തില്ല. കാരണം ഓൾറെഡി പാപം ചെയ്തവരാണ്. ആ കാക്കാനെ ആക്കാന്ന് വിചാരിക്കുമ്പോൾ ആ കാക്ക മറ്റേ കാക്കായിട്ടുമായിട്ട് ഉടക്കാം. ഓനുണ്ടെങ്കിൽ ഞാൻ കുടുംബയോഗത്തിനല്ല ഒരു ഇടപാടിനും വരില്ല എന്നാ പറയാ. കുടുംബയോഗത്തിന് വിളിച്ചപ്പോൾ പറയുന്ന മറുപടിയാണ്, മറ്റേ കാക്ക ഉണ്ടാവും, മമ്മാലി ഉണ്ടെങ്കിൽ എന്നെ കിട്ടൂല, അവൻ അങ്ങനെ എന്നോട് ചെയ്തത്. നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറില്ല. ഒരു പക്ഷേ നമ്മുടെ ഭാഗത്താകാം പ്രശ്നം, അല്ലെങ്കിൽ ഭാഗത്താകാം പ്രശ്നം. ആ പ്രശ്നം പരിഹരിച്ച് പരസ്പരം സ്നേഹത്തോടെ സലാം പറഞ്ഞ് കൂടാതെ നമ്മൾ ചെയ്യുന്ന സകലമാന കർമ്മങ്ങളും വെള്ളത്തിൽ പേരെഴുതിയതുപോലെ അർത്ഥശൂന്യമാണ്. അള്ളാഹുവിന് ആ കർമ്മങ്ങൾ വേണ്ടാന്ന് അള്ളാഹുവിന്റെ മറുപടി ആ ഹദീസിൽ വന്നത്. എത്ര തലകുത്തി മറിച്ചിട്ടും കാര്യമില്ല. മാനസികമായ പിണക്കം, മറ്റൊരാളെ വേദനിപ്പിച്ചോട് പറഞ്ഞ വാക്കുകൾ, അതിലെല്ലാം തീർപ്പ് കൽപ്പിക്കാതെ പൊരുത്തപ്പെടിക്കാതെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഒരു മോശമില്ല. അത് ദീനിന്റെ അല്ലാഹുവിന്റെ ഒരു നിലപാടാണ്. മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ഏത് കർമ്മങ്ങളും, മൊയ്ലിയാരോ തങ്ങളാകണമെന്നും കുഴപ്പമൊന്നുമില്ല, ഹാജിയാകണമെന്നും കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷേ പരസ്പരമുള്ള ബന്ധങ്ങളിൽ വെള്ളമുണ്ടെങ്കിൽ അത് തീർക്കാതെ നമ്മൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ മൂല്യമില്ല. ഒരു വീട്ടിൽ തന്നെ പരസ്പരം മിണ്ടാതെ നടക്കുക. വലിയ ആളൊക്കെയാണ്, വലിയ നല്ല വിദ്യാഭ്യാസം, നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ആള്, സമൂഹത്തിന് നല്ല ഉപകാരിയാണ്, നല്ല ചാരിറ്റി പ്രവർത്തകനാണ്, ആരെയും സഹായിക്കുന്ന നല്ല മൈൻഡുള്ള ആളാ. പക്ഷെ അമ്മാച്ചനോട് മിണ്ടിയിട്ട് 3 കൊല്ലായി. എന്തിനാ പടപ്പിന്റെ നന്മ അള്ളാഹു പരിഗണിക്കും? ആലോചിച്ചോക്കെ. അപ്പോ എല്ലാ ബന്ധങ്ങളും പരസ്പരം പിണക്കങ്ങൾ തീർത്തുകൊണ്ട് ചേരാൻ കഴിയുന്ന, ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരോടെങ്കിലും മാനസികമായ അകൽച്ച ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നയാളുമായിട്ട്, ഞാൻ ഇവിടെ പോക്കരൂട്ടിയായിട്ട് അല്ലെങ്കിൽ നബീസുമായിട്ട് പിണങ്ങി നടന്ന ഞാൻ ചേരാൻ വേണ്ട, അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കണ്ട. പിന്നെയോ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, ഒരുപാട് നാളായല്ലോ. പരസ്പരം ആ സലാം പറച്ചിലൂടെ പരസ്പരം ചേരുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ പേരാണ് ഇസ്ലാഹു ദാത്തിൽ ബൈൻ. അത് നിസ്കാരത്തേക്കാൾ പുണ്യമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്യാൻ പറ്റണം, അത് ചെയ്യിപ്പിക്കാൻ പറ്റണം നമുക്ക്. നമ്മൾ ഒരാളോട് മിണ്ടാതെ എന്ത് നമ്മുടെ ഭാഗത്താകാം, അല്ലെങ്കിൽ അവിടെ ആയിക്കോട്ടെ പ്രശ്നം, നമ്മളത് അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാതെ ഇങ്ങനെ നെഞ്ചത്ത് വീർപ്പ് മുട്ടിച്ച് വച്ചത് കൊണ്ട് എന്താ ഹബീബേ ലാഭം? എന്തെങ്കിലും 10 പൈസയുടെ ലാഭം കിട്ടുമോ? ഞാൻ ഓനുമായിട്ടുള്ള പിണക്കം തുടർന്നാൽ എനിക്ക് അടുത്ത മാസം മുതൽ ശമ്പളത്തിൽ 1000 രൂപ ആരെങ്കിലും കൂട്ടിത്തരുമോ? ഇതറിഞ്ഞ ശമ്പളം ഉള്ളത് പോവും, ആ പുള്ളീനവിടെ പറ്റൂല എന്ന് പറയും. അതല്ലേ? എന്താ എന്നാൽ ചേർന്നാലുള്ള ലാഭം എന്താണ്? എത്രയോ ബറക്കത്തും ഐശ്വര്യവും അല്ലാഹുവിന്റെ റഹ്മത്തും ആയുസ്സിലുള്ള വർധനവും സാമ്പത്തികമായുള്ള ബറക്കത്തും അല്ലാഹു ഇറക്കിത്തരൂല്ലേ ആ പ്രശ്നം പരിഹരിക്കുമ്പോ? അതുകൊണ്ട് തീർച്ചയായും അല്ലാഹു നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്. ലാ യൻദുറുല്ലാഹു ഇലാ
സുവരിക്കും വലാ ഇലാ സുവരിക്കും ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലേക്ക് സിക്സ് പാക്ക് എത്രയുണ്ടെന്നൊന്നും അള്ളാഹു നോക്കൂല കേട്ടോ. എന്ന് കരുതി ഓടാൻ പോണ്ട, പുഷപ്പ് എടുക്കണ്ട എന്നല്ലേ പറയുന്നത്. ആരോഗ്യം വേണം. പിന്നെയോ, അള്ളാന്റെ നോട്ടം നിന്റെ ഈ ബോഡി സെറ്റപ്പിലേക്കല്ല, നിന്റെ ഡ്രസ് കോഡിലേക്കല്ല അള്ളാന്റെ നോട്ടം. നിന്റെ കൽബിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ നെഞ്ചകത്ത് എന്തെല്ലാമാണോ നടക്കുന്നത്, നിന്റെ കൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. അള്ളാഹു നോക്കുന്ന അള്ളാഹുവിന്റെ മല്ലൊരു നോട്ടസ്ഥലം വേസ്റ്റായി കിടക്കുമ്പോ, അള്ളാഹുവെ മോശമായി കിടക്കുമ്പോ അള്ളാന്റെ മുന്നിൽ എന്ത് വിലയാണ് പ്രിയപ്പെട്ടവരെ? ഒരു വില ഉണ്ടാകില്ല. അതുകൊണ്ട് അള്ളാഹു നോക്കുന്നിടത്ത് വേറൊരാളോട് പകയും വിദ്വേഷമൊന്നും വേണ്ട. അത് തീർക്കാൻ കഴിയണം നമുക്ക്. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് തരട്ടെ. തുറക്കാമീൻ പറഞ്ഞു നമ്മളതിൽ പെട്ടുപോയിട്ടുണ്ടാ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു വീട്ടിലുള്ളവർ നന്മയൊക്കെ ഇഷ്ടം പോലെ ഖുർആൻ ഓത്തും ബെയ്ത്തും ഒക്കെ ഉണ്ട്. താത്താടെ കയ്യിലുള്ള തസ്ബീഹുമാല എണ്ണി നോക്കിയാൽ ഒരു 500-ൽ കുറയാത്ത തന്നെ എണ്ണമുണ്ട്. ഇത്രയും നീളമുള്ള തസ്ബീഹുമാലയാണ് താത്താടെ കയ്യിൽ. എല്ലാ സൗകര്യമുണ്ട്, ഓത്തുണ്ട്, നെറ്റിയിൽ പപ്പടവട്ടത്തിൽ നിസ്കാരത്തയമ്പൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല നല്ല ഒക്കെയാണ്. പക്ഷേ മരുമോളോട് മിണ്ടില്ല. ഓഹോഹോ, ഇത് പറയുമായിരുന്നെങ്കിൽ ഈ പുള്ളിയെ ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നില്ല എന്ന് ഉമ്മമാർക്ക് തോന്നരുത്. തോന്നിയാലും കുഴപ്പമില്ല, ഇത് ഇന്ന് തിരുത്തപ്പെടണം. ഞാൻ ഉമ്മയും മോളുമല്ലേ, എൻ്റെ മോൻ്റെ ഓളല്ലേ, ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് കരുതിയിട്ട് അകാരണമായി തൻ്റെ മകന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി ജീവിക്കാൻ കൂടെ പാതി ജീവനമായി കൂടെ കൂടിയ ആ പാവപ്പെട്ട പെൺകുട്ടിയെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ, ഒരു കല്ല് കൊണ്ട് വേദനിപ്പിച്ചാൽ നിന്റെ ഹജ്ജ് മതിയാവില്ല അത് പൊറുക്കപ്പെടാൻ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാലിൽ വീഴേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞാട്ടത്. ഇങ്ങനെ തന്നെയാണ് തിരിച്ച് അങ്ങോട്ടായാലും ഗൗരവം കൂടുതലാണ്. അങ്ങോട്ട് തന്നെ ഉമ്മയോട്, സ്വന്തം ഉമ്മയോട് പെരുമാറുന്നത് പോലെ റെസ്പെക്റ്റോടെ, ആദരവോടെ, മര്യാദയോടെ പെരുമാറുകയും പരസ്പരം പിണക്കങ്ങളില്ലാത്ത ഒരു മനസ്സ് പോലെ ജീവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ ആ നന്മയ്ക്കാണ് ഏറ്റവും വലിയ മൂല്യം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അല്ലാത്ത ബന്ധത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരിക്കലും ഇറങ്ങില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, ഇവിടെ പ്രഭാഷകന്മാർ പറഞ്ഞു പരസ്പരം വിവാഹങ്ങൾക്കും പഠനകാര്യങ്ങൾക്കുമെല്ലാം വേണ്ട സഹായങ്ങൾ, സപ്പോർട്ടുകൾ, സഹകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നല്ല, ചെയ്തു കൊടുക്കണം. അതാണ് നമ്മുടെ ഹക്ക്, അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ സാമ്പത്തികമായി ഞെരുക്കത്തിന്റെ പേരിൽ വേദനിച്ചാൽ, വീടില്ലാത്തതിന്റെ പേരിൽ ഈ ഫാമിലിയിൽ ഒരു കുടുംബം വേദനിച്ചാൽ, രോഗമായതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള സാമ്പത്തികമായ കഴിവില്ലാതെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പ്രയാസപ്പെട്ടാൽ ഈ കുടുംബക്കാർ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരാകും. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാണ് ഏറ്റവും പുണ്യമായ കർമ്മം. യാ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ ബഅസനി ബിൽ ഹഖ്, സത്യം പറയാൻ വേണ്ടി എന്നെ നിയോഗിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ലാ യഖ്ബലുല്ലാഹു യൗമൽ ഖിയാമത്തി മിൻ റജുലിൻ വലഹു കറാമത്തുൻ മുഹ്താജുന ഇലാ സദഖതിഹി വയസ്രിഫുഹാ ഇലാ ഗൈരിഹിം ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ഇമാം തബറാനി കൊണ്ടുവന്ന ഹദീസാണ്. എന്താ ഹദീസിൽ പറയുന്നത്? ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ ദാനധർമ്മം, ചാരിറ്റി പ്രവർത്തനം, സഹായങ്ങൾ, സ്നേഹങ്ങൾ ഒരു അടിമയിൽ നിന്നും അല്ലാഹു സ്വീകരിക്കില്ല. ഖിയാമത്ത് നാളെ അവന് കൂലിയേ കിട്ടില്ല. എന്താ കാരണം? അവൻ ഇഷ്ടം പോലെ കൊടുത്തു, നാട്ടുകാർക്ക് കൊടുത്തു, സമൂഹത്തിന് കൊടുത്തു, ഒരുപാട് പേരെ സഹായിച്ചു, നന്മകൾ ചെയ്തു, ചാരിറ്റികൾ ചെയ്തു, പക്ഷെ അവന് കൂലിയില്ല. എന്തുകൊണ്ട്? സാമ്പത്തികമായി സഹായം കിട്ടേണ്ട ആളുകൾ അവൻ്റെ ഫാമിലിയിലുണ്ട്. ഇന്ന് സർവ്വസാധാരണമായി കുടുംബക്കാരിൽപ്പെട്ട ആരെയും സഹായിക്കില്ല, വേറെ മാലോകരാകെ സഹായിക്കുന്ന ഒരവസ്ഥ എല്ലാ കുടുംബങ്ങളിലും വന്നു ചേരാറുണ്ട്. അത് നമ്മുടെ മനോഹരമായ കുടുംബത്തിൽ വേണ്ട, പാടില്ല. അത്തരക്കാരുടെ ദാനധർമ്മങ്ങൾ, സദഖ, സകാത്ത് ഒരിക്കലും അല്ലാഹു ഖബൂലാക്കില്ല.
കുടുംബത്തിൽ ആവശ്യക്കാരുണ്ടാകുമ്പോൾ പുറത്തു കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ ചെലവഴിക്കുന്നവൻ ചുമ്മാ കാശ് വെറുതെ നശിപ്പിച്ചു കളയുന്നത് പോലെയാണ്. വീട്ടുകാർക്ക് കുടുംബക്കാർ ആവശ്യക്കാരുണ്ടാകുമ്പോൾ പുറത്തു കൊടുക്കുന്ന ഒരു ശൈലിയാണെങ്കിൽ അതുകൊണ്ട് വല്ല ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ മേടിച്ച് വെച്ചാൽ തടിയിൽ കാണും. മറ്റത് വെറുതെ കാശ് പോക്കാം. കുടുംബക്കാരെ സഹായിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന നാളെ സ്വർഗത്തിൽ ഒരു കുടുംബങ്ങളെപ്പോലെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് സ്വർഗത്തിലെ സന്തോഷങ്ങൾ പറയുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കാൻ കഴിയുന്ന, ബഹുമാനിക്കാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സമന്വിതമായ ഒരു നന്മയുടെ തുടക്കം കുറിക്കുന്ന മനോഹരമായ സംവിധാനമാകട്ടെ നമ്മുടെ ഈ മനോഹരമായ പിറമ്പള്ളിക്കൂടി, ഈ മനോഹരമായ കുടുംബത്തിന്റെ ഈ സന്തോഷകരമായ ഒരുമ എന്ന് പറയുന്ന ഒരുമിച്ചുകൂടി അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ, വിജയത്തെയും സലാമത്തിലുമാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പരിശുദ്ധമായ നമ്മുടെ ഈ സദസ്സ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധ വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.